ഓം സമസ്തജനകല്യാണേ നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും ബ്രഹ്മവിദ്വരം. ഹരിയോ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ സത്സംഗമാണ്. എന്താ സത്സംഗത്തിന് വിഷയം? സ്വാമിജിയുമായിട്ട് നമ്മളിരുന്ന് ഇങ്ങനെ പല കാര്യങ്ങൾ പല പല വിഷയങ്ങൾ ചർച്ച ചെയ്യാം. അപ്പോൾ സ്വാമിജി പറഞ്ഞു ഇതെടുക്ക് ഇതെടുക്ക് എന്നല്ല ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഞാനും പറഞ്ഞു സ്വാമിജി ഇതെടുത്താൽ നന്നായിരിക്കും, അതെടുത്താൽ ചിലപ്പോൾ കുഴപ്പമില്ല എന്നല്ല ഇങ്ങനെ വിചാരിച്ചിട്ട് ആദ്യം ഒരു വിഷയം നമ്മൾ പ്ലാൻ ചെയ്തു. ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ ഇത്തിരി കട്ടിയും കൂടെ ആയിട്ടില്ല എനിക്ക് തോന്നി. നിങ്ങൾക്ക് തോന്നി കാണത്തില്ല, നിങ്ങൾക്കെല്ലാം ഒരു പുഷ്പം എന്നല്ല പറയുന്ന കണക്കായിരിക്കും. പക്ഷെ അപ്പം നമ്മളും കൂടി ഇനി ഇരുന്ന് വേദാന്തം പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് കുറച്ചും കൂടെ പ്രാക്ടിക്കലായിട്ട് നമ്മുടെ നേരത്തെ പറഞ്ഞ പ്രാക്ടിക്കൽ അല്ലെന്നല്ലേ, അത് പ്രാക്ടിക്കൽ ആക്കേണ്ടതാണ്. എങ്കിൽ കൂടെയും കുറച്ചും കൂടെ നമ്മൾ നേരത്തെ കേട്ട് മറന്നിട്ടുള്ള കേട്ട് പലതവണ കേട്ടിട്ടുള്ള കാര്യങ്ങൾ പുതിയൊരു രീതിയിൽ പറയാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ശ്രമിക്കാം എന്നുള്ളതാണ്. അപ്പം ഇതിന് വേണമെങ്കിൽ ഒരു ഹിസ്റ്ററിയൊക്കെ വേണമെങ്കിൽ പറയാം. എന്താ ഹിസ്റ്ററി? രസകരമായിട്ടുള്ളൊരു ഹിസ്റ്ററിയാണ്. എന്നെ ഒരു പ്രാവശ്യം ഏതൊരു സ്കൂളുകാർ എന്നാൽ ഒരു വിഷയം സംസാരിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു സ്കൂളിൽ. അപ്പോൾ അവർ എനിക്ക് വ്യക്തമായിട്ടുള്ളൊരു വിഷയം നൽകി. വിഷയം ഇതാണ്: ക്യാരക്ടർ ഫോർമേഷൻ ബേസ്ഡ് ഓൺ നവതാ ഭക്തി. ഇതാണ് വിഷയം. ക്യാരക്ടർ ഫോർമേഷൻ ബേസ്ഡ് ഓൺ നവതാ ഭക്തി, ഇതാണ് വിഷയം. അപ്പോൾ ഞാനിരുന്ന് കൊണ്ടുപിടിച്ച് എത്ര സമയം ഉണ്ടെന്നല്ല ചോദിച്ചാൽ പറഞ്ഞു 45 മിനിറ്റ് സോളിഡ് ആയിട്ടുണ്ട് സ്വാമിജി, പിടിച്ചോ, ഞങ്ങൾ റെഡിയാക്കി തരാമെന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് മുതിർന്ന കുറച്ച് കുട്ടികളുണ്ടെന്നെല്ലാം വിചാരിച്ചിട്ട് നമ്മളവിടെ ചെല്ലുന്ന സമയത്ത് ഒരു 4ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ ഒരു 100-500 പേര്. ഈ പിള്ളേർ ഡാ എന്ന് വിളിച്ച് തിരിച്ച് ഡാ എന്ന് തിരിച്ചു വിളിക്കുന്ന കണക്കത്തെ പിള്ളേർ. ഇവരുടെയൊക്കെ ക്യാരക്ടർ ഫോർമേഷൻ ബേസ്ഡ് ഓൺ നവതാ ഭക്തി ഞാൻ മൈക്കിൽ നിന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ സാധ്യമല്ല. അപ്പം അന്ന് ആ പ്രിപ്പയർ ചെയ്ത് വെച്ച സാധനങ്ങളൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു അവസരം കിട്ടിയപ്പോൾ എടുത്ത് പ്രയോഗിക്കാമെന്ന് വെച്ചു എന്നാണ്. ഇതാണ് സത്യം. പക്ഷെ അങ്ങനാണോ? അല്ല. നമ്മൾ വളരെ 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 ആഴത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എന്ത് ഇനി നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യം. ഇവിടെ ക്ലാസ് എടുപ്പല്ല. കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ പറയുന്ന ഓരോ കാര്യവും നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോ ആൾക്കാർ ചിലപ്പോൾ എന്നേക്കാൾ കൂടുതൽ പ്രാവശ്യം കേട്ടിട്ടുണ്ടായിരിക്കും. സാധാരണ ഞാൻ ഈ ക്ലാസ്സിന് കയറുന്ന ആളല്ലല്ലോ, നിങ്ങളൊക്കെ ക്ലാസ്സിന് കയറുന്ന ആളും ആയതുകൊണ്ട് തന്നെ ഇത് പലതവണ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ എന്താ ഇവിടെ ചെയ്യുന്നത്? ഒന്ന് ഞാനിരുന്ന് ആലോചിക്കുന്നുണ്ട്, നമ്മൾ ഓരോരുത്തരും ഇത് നമ്മുടേതായിട്ടുള്ള രീതിയിലും കൂടെ ആലോചിക്കും എന്ന് ഉറപ്പുവരുത്തണം. കാര്യം എന്നാ, ഇവിടെ ക്യാരക്ടർ ഫോർമേഷനാണ്. എങ്ങനെ ഈ ക്യാരക്ടർ ഫോം ആകുക എന്ന് ചോദിച്ചാൽ, ഒന്ന് നമ്മൾ കേട്ടത് കൊണ്ടാകില്ല, പിന്നെയോ അറിഞ്ഞു എന്നതുകൊണ്ട് നമ്മുടെ സ്വഭാവമാകത്തില്ല. പിന്നെന്താണ്? മനഃപൂർവമായിട്ട് ഇതെന്റെ സ്വഭാവമാക്കാൻ ഞാൻ പണിയെടുക്കണം. എന്താ പറഞ്ഞ ഒന്നോടെ പറഞ്ഞേ. അതായത് നമ്മളൊക്കെ കുറെ പ്രാവശ്യം ഇതൊക്കെ കേട്ടിട്ടുണ്ട്. കേട്ടതുകൊണ്ട് ഇതൊക്കെ നമ്മുടെ സ്വഭാവമായിട്ടുണ്ടോ? ഇല്ല, പഴയ പോലെയൊക്കെ തന്നെയാണ് ഇപ്പോഴും. പക്ഷേ ഇത് നമുക്കറിയാം എന്നുള്ളത് കൊണ്ടും ഞാൻ ഇതിനെ വിശകലനം ചെയ്ത് ചിലപ്പോൾ മൈക്കൊക്കെ വെച്ച് ക്ലാസ് എടുത്തത് കൊണ്ടും ഇതെന്റെ സ്വഭാവമാകില്ല. മറിച്ച് ഞാൻ ഇതിന് വേണം എന്ന് വിചാരിച്ച് മനഃപൂർവമായിട്ട് ഡെലിബറേറ്റ് ആയിട്ട് പണിയെടുക്കണം. പണിയെടുത്താൽ എൻ്റെ ഉള്ളിലൊരു മാറ്റം ഉണ്ടാകും. ഈ പണിയെടുക്കുന്നത് ബുദ്ധിപൂർവം കൂടെ ആണെങ്കിൽ, അതായത് വളരെ ഇന്റലിജന്റ് ആയിട്ട് എൻ്റെ മാറ്റത്തിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടാണ് പണിയെടുക്കുന്നത് എങ്കിൽ ഇതെൻ്റെ പരിവർത്തനത്തിന്, ട്രാൻസ്ഫോർമേഷന് സാധ്യമാകും. അപ്പം നമ്മൾ ഏത് ശാസ്ത്രം എടുത്തോളൂ, ഭാരതത്തിലെ ഏത് ശാസ്ത്രം എടുത്തോളൂ, ശാസ്ത്രം മാത്രമല്ല കേട്ടോ, ഇവിടുള്ള ഏത് ആചാര പദ്ധതി എടുത്തോളൂ, ആചാര്യന്മാരുടെ ഒരു ലക്ഷ്യം നമ്മളെയൊക്കെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് കുറച്ചും കൂടെ നല്ലൊരു അവസ്ഥയിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ടാണ്. അതിനു വേണ്ടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു വെച്ചിരിക്കുക. ഇപ്പോഴത്തെ നമ്മുടെ ഈ ഒരു പൊട്ട അവസ്ഥയിൽ നിന്ന് കുറച്ചും കൂടെ മികച്ചതായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മളെ ഉയർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പം അതിന് വേണമെങ്കിൽ എന്താ, ഈ പഴയ സാധനത്തിനെ പഴയ വീഞ്ഞിനെ പുതിയ കുപ്പിയിൽ ഇറക്കുന്ന കണക്ക് ക്യാരക്ടർ ഫോർമേഷൻ ബേസ്ഡ് ഓൺ നവതാ ഭക്തി എന്നെല്ലാം നമുക്ക് പറഞ്ഞാലും ഇത് പണ്ടേ ഇത് പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യമാണ് എന്നാണ്. ഓക്കെ, അതായത് നമ്മുടെ ഏത് സാധനങ്ങൾ എടുത്തോളൂ. സാധന എന്ന് പറഞ്ഞാൽ എന്താ? സാധന എന്ന് പറഞ്ഞാൽ സാധന എന്ന് പറഞ്ഞാൽ എന്താന്ന്? ഒരു സാധകനായിട്ടുള്ള ഞാൻ എൻ്റെ ലക്ഷ്യമായിട്ടുള്ള സാധ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന എന്ത് കാര്യമായിക്കോട്ടെ അതൊക്കെ
ഒരു തരത്തിൽ നമ്മുടെ ക്യാരക്ടർ ഫോർമേഷൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അതിനുവേണ്ടി സഹായിക്കുന്നതാണ്. അതിനു വേണ്ടിയിട്ടാണ് ആചാര്യന്മാർ ചിട്ടപ്പെടുത്തിയിരിക്കുക. അപ്പം ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് നവതാഭക്തിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. വളരെ പ്രശസ്തമായിട്ടുള്ള കഥയാണ് അല്ലേ? എന്താ കഥ? നവതാഭക്തിയിൽ അതായത് പ്രഹ്ലാദൻ, പിന്നാരാ പ്രഹ്ലാദൻ അച്ഛൻ ആരാ? അതെ, എനിക്ക് എപ്പോഴും ഹിരണ്യാക്ഷനാണ് ഹിരണ്യകശിപാണെന്ന് ഒരു കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് അപ്പൊ ഞാൻ ആൾക്കാർക്ക് ചോദിക്കും, ആരാ പ്രഹ്ലാദൻ അച്ഛൻ? ഹിരണ്യകശിപു. അപ്പൊ പ്രഹ്ലാദനും ഹിരണ്യകശിപുവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നവതാഭക്തി വരിക. കേട്ടിട്ടില്ലേ നവതാഭക്തി എന്ന്? ആരോടാ സ്വാമി? നമുക്ക് അറിയാതെ കാര്യം. എന്താണ്? പ്രഹ്ലാദനും ഹിരണ്യകശിപുവും. കഥ വളരെ ചുരുക്കത്തിൽ പറഞ്ഞാല്, പ്രഹ്ലാദനെ സ്കൂളിൽ വിടും, അല്ലെങ്കിൽ ആശ്രമത്തിൽ, അല്ലെങ്കിൽ ആ കാലത്തെ പാഠശാലയിൽ വിടും. ആര്? ഹിരണ്യകശിപു അച്ഛൻ വിടും. എന്തിനു വേണ്ടിയിട്ടാണ്? ഹിരണ്യകശിപു ആണ് ഏറ്റവും മികച്ചത്, ഞാനാണ് ഏറ്റവും മികച്ചത്, ഞാനാണ് ഇവിടെ അധികാരി, എല്ലാവർക്കും മേലാവി, ഞാനാണ് കാരണഭൂതൻ എന്നെല്ലാം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് മോനെ വിടും. പക്ഷെ മോൻ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള, അതായത് എന്നാ സാരഗ്രാഹിയാണ്. സാറുമാർ പഠിപ്പിച്ചൊന്നും അവൻ കൃത്യമായിട്ട് പഠിച്ചില്ല. അവന് അമ്മയുടെ ഗർഭത്തിലിരുന്ന സമയത്ത് തന്നെ നാരായണനെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു. സ്കൂളിൽ വിട്ടുവെങ്കിലും എന്താണ്, പ്രഹ്ലാദൻ അവിടെ ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിച്ചിട്ട് നേരത്തെ ആ വാസനാ സഹജമായിട്ട് കിട്ടിയ കാര്യത്തിന് ഉറപ്പിച്ചു എന്നാണ്. എന്നിട്ട് കുറെ നാൾ കഴിഞ്ഞിട്ട് വെക്കേഷന് വീട്ടിൽ വരുമല്ലോ. വീട്ടിൽ വന്ന സമയത്ത് അച്ഛനെ ഉപദേശിച്ചു എന്നാണ്. കൂടുള്ളവരെ ഉപദേശിച്ചു എന്താണ്? അച്ഛ ഈ കിണറ്റിൽ നിന്ന് ഉയരൂ, കൂപത്തിൽ കിടക്കാതെ പുറത്തു വരൂ എന്നെല്ലാം ഉപദേശിച്ചു എന്നാണ്. മാത്രമല്ല എന്താണ്, കൂട്ടുകാരെ ഉപദേശിച്ചു. എന്ത്? മക്കളെ, ഈ പറയുന്ന ഒന്നുമല്ല ശരി, നാരായണനാണ് സത്യം. അതായത് ഇവൻ മൊത്തത്തിൽ പ്രശ്നമായി. ഇവിടെ സ്കൂളിൽ, അല്ലെങ്കിൽ അവൻ്റെ പാഠശാലയിൽ ഭയങ്കര പ്രശ്നമായി. ഇത് ശല്യമായതിനു ശേഷം ഹിരണ്യകശിപുവിൻ്റെ അടുക്ക വന്നു. ആദ്യത്തെ പ്രാവശ്യം അച്ഛൻ ക്ഷമിച്ചു വിട്ടു. എന്നിട്ട് സാറുമാർക്ക് തന്നെ ചണ്ടാമർക്കൻ, അങ്ങനെ കണ്ടാണ് പേര് ഇല്ലേ? അതെ തന്നെ, കറക്റ്റാണ്. ഓക്കെ, ശരി, സമ്മതിച്ചു. ചണ്ടാമർക്കന്മാരൊക്കെ പറഞ്ഞു വിട്ടു, ഇവനെ ഒന്നുകൂടൊന്ന് സ്പെഷ്യൽ കെയർ കൊടുത്ത് ഇവനൊന്ന് നന്നാക്കി എടുക്കണം എന്നെല്ലാം പറഞ്ഞു വിട്ടു. അതിനുശേഷം പിന്നെയും വരുന്ന സമയത്ത് അച്ഛൻ മോനെ തക്കടു തിങ്ങി വാടാ എന്നെല്ലാം പറഞ്ഞിട്ട് മടിയിലിരുത്തിയിട്ട് ചോദിക്കും എന്നാണ്, എടാ നീ സ്കൂളിൽ പഠിച്ചതിൽ ഏറ്റവും ബെസ്റ്റായിട്ട് നിനക്ക് തോന്നിയേക്കുന്നത് എന്താണ്? ഏറ്റവും ബെസ്റ്റായിട്ട് നിനക്ക് തോന്നിയേക്കുന്നത് എന്താണ്? ഉടനെ പ്രഹ്ലാദൻ അച്ഛന് പറയുന്നതാണ്, അച്ഛനോട് പറയുന്നതാണ്. എന്ത് പറയുന്നതാണ്? ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ഇതിനെയാണ് നമ്മൾ സാധാരണ നവതാഭക്തി എന്ന് പറയുക. ആ നവതാഭക്തി അല്ല നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്നത്. ഓക്കെ, അതല്ല. പിന്നെ ഏതാ നവതാഭക്തി? അതാണ് ആചാര്യന്മാര് പല രീതിയിൽ ഒരേ വിഷയത്തിനെ മുമ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പം ഏറ്റവും പ്രശസ്തമായിട്ടുള്ള നവതാഭക്തി ഏതാണ്? നമ്മൾ ഭാഗവതത്തിൽ കാണുന്ന പ്രഹ്ലാദൻ അച്ഛനായിട്ടുള്ള ഹിരണ്യകശിപുവിന് ഉപദേശിച്ചതാണ് എങ്കിൽ, ഇതല്ലാതെ നോർത്ത് ഇന്ത്യൻ സൈഡിൽ വളരെ ഗംഭീരമായിട്ട് ഒരു നവതാഭക്തി ഉണ്ട്. അത് ഏത് നവതാഭക്തിയാ? ശബരിയുടെ നവത. എത്ര പേര് കേട്ടിട്ടുണ്ട്? ഭാഗ്യം, അധികം ആൾക്കാർ കേട്ടിട്ടില്ല എന്ന്. നമ്മൾ അറിഞ്ഞേക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇത് ശബരിയും ഭഗവാനുമായിട്ട് ചേർന്നിട്ടാണ്. ഇതിലൊരു പ്രത്യേകതയുണ്ട്. ആദ്യത്തെ പ്രത്യേകത എന്താണ്? മകൻ അച്ഛനെ ഉപദേശിക്കുന്നതാണ്. ഏത്? ആദ്യത്തെ നവതാഭക്തി. ഓക്കെ, സത്യം പറഞ്ഞാൽ ആരാണ് ഒരാളുടെ സ്വഭാവത്തിന് രൂപീകരിക്കുന്നത്? നമ്മൾ വീട്ടിൽ പറയുന്നത് വീട്ടുകാരാണ് കുട്ടികളുടെ സ്വഭാവത്തിന് രൂപീകരിക്കുന്നതാണ്. ഇവിടെ നവതാഭക്തി നേരെ ഓപ്പോസിറ്റ് ആയിട്ടാ. എന്ത്? മകൻ അച്ഛന്റെ സ്വഭാവത്തിന് നന്നാക്കാൻ വേണ്ടിയിട്ടാ. അല്ലെങ്കിൽ ആ രീതിയിലാണ് അവിടെ നവതാഭക്തി വർക്ക് ചെയ്യുന്നതെങ്കിൽ ഇവിടെയും അതേപോലെ തന്നെ. ഇവിടെ ശബരിയും ശ്രീരാമനും തമ്മിലുള്ള പ്രസംഗമാണിത്, അവർ തമ്മിലുള്ള സംസാരമാണ്. ഇവിടെ എന്താണ്? ശബരിയുടെ ഗുണമായിട്ടാണ് ഈ നവതാഭക്തി പറയുക, അല്ലാതെ ശബരിദേവിയെ ഉപദേശിക്കുകയല്ല. കഥ അറിയാമല്ലോ, ഞാൻ കഥയുടെ ഒരു ഔട്ട്ലൈൻ മാത്രം പറയാം. എന്താണ്? ഇത് തുളസി രാമായണത്തിൽ വരുന്ന നവതാഭക്തിയാണ്. അതായത് സീതാദേവിയെ ശ്രീരാവണൻ തട്ടിക്കൊണ്ടുപോയി. അവിടുന്നാണ് കഥ തുടങ്ങുന്നത്. അല്ലല്ലേ പണ്ട് മറ്റേ അയോധ്യയിൽ അതൊന്നും ആവശ്യമൊന്നുമില്ല, നമുക്ക് ഇവിടുന്ന് മതി. എന്താ? സീതാദേവിയെ തട്ടിക്കൊണ്ടുപോയി ശ്രീരാമനും ലക്ഷ്മണനും കൂടെ സീതയെ തെരഞ്ഞ് യാത്ര നടത്തും. ആരണ്യകാണ്ഡത്തിൽ തുടങ്ങി. ഇവര് ജടായുവിനെ കണ്ടു, കബന്ധനെ കണ്ടു. അതിനുശേഷം ശബരി ആശ്രമത്തിന്റെ അതുവഴി പോവുകയാണ്. ഓക്കെ, പോകുന്ന സമയത്ത് അതിൽ മതങ്കാശ്രമത്തിൽ, ശബരിയാശ്രമം പോട്ടെ, മതങ്കാശ്രമത്തിന്റെ അവിടെ കൂടെ പോകുമ്പോൾ ശബരി അവിടെ വർഷങ്ങളോളം ഭഗവാൻ വരും എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്.
വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സ്നേഹത്തിൻ്റെ പുറത്താണ്, ഭക്തിയുടെ പുറത്താണ്. ഓക്കെ, അതായത് എല്ലാ ദിവസവും നിങ്ങളെ കേട്ടിട്ടുണ്ടോ ആചാര്യന്മാർ പറയുക, എല്ലാ ദിവസവും ഇത് വൃത്തിയാക്കിയിടും, ഭഗവാന് വേണ്ടിയിട്ടുള്ള ഭക്ഷണം ഇതെല്ലാം തയ്യാറാക്കി വെക്കും, അങ്ങനെയൊക്കെയാണ് എന്നാണ്. ഓക്കെ, അത്രയും ഗംഭീരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ വെയിറ്റിങ് ഭഗവാൻ അറിഞ്ഞു എന്നാണ്. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് മതങ്കാശ്രമം ഇവിടെ ആയപ്പോൾ അറിയാതെ ഭഗവാന്റെ പാദങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞു എന്നാണ് തുളസീദാസ്ജി പറയുക. കാര്യം എന്നാ, അവിടെ നിന്ന് അമ്മാതിരി അട്രാക്ഷനാണ്. മനസ്സിലായില്ലേ? നമ്മളെ ആരെങ്കിലും നമ്മളെ റോഡിൽ കൂടെ എല്ലാം, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഏതെങ്കിലും ഒരു മഹാത്മാവോ അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സെലിബ്രിറ്റിയോ ആരെങ്കിലും ഇങ്ങനെ പോകുമ്പോൾ ആൾക്കൂട്ടത്തിൽ നിന്ന് ഇങ്ങനെ കൈ കാണിക്കുന്ന സമയത്ത് അറിയാതെ ഇങ്ങനെ അവരിങ്ങനെ നോക്കിയിട്ട് നമ്മുടെ കണ്ണുകൾ ഉടക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കത്തില്ല. എന്നെ നോക്കി എന്നെ കൈവീശി കാണിച്ചു എന്നെല്ലാം പറയും. ഇവിടെ ഭഗവാന് നിവൃത്തിയില്ലാതെ തിരിയേണ്ടി വന്നു എന്നാണ്. അങ്ങനെ തിരിയേണ്ടി വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഏജാതി വിൽ പവർ ആയിരിക്കും ഈ അമ്മയ്ക്കെന്ന് ആലോചിച്ച് നോക്കൂ. അവിടെ ഭഗവാൻ തിരിഞ്ഞു എന്നാണ്. തിരിഞ്ഞിട്ട് അവിടെ വന്നു. എന്നിട്ട് ഇതിന് പല മസാല കഥകൾ പല പല രാമായണങ്ങളിൽ കേട്ടിട്ടുണ്ടില്ലേ? വിദുരരുടെ ഭാര്യ ചെയ്തതുപോലെ ശബരിയും പുളിയുള്ള ആണോ എന്ന് നോക്കാൻ, എന്താ ബേൽ, അത് കഴിച്ചിട്ട് പുളിയുള്ളത് ആണെങ്കിൽ കളഞ്ഞിട്ട് പുളിയില്ലാത്ത കടിച്ചു നോക്കിയിട്ട് ഭഗവാനെ കൊണ്ട് എച്ചിൽ തീറ്റിച്ചു എന്നാണ്. കേട്ടിട്ടില്ലേ കഥയൊക്കെ? ഓക്കെ, അപ്പം ഈ സമയത്ത് ശബരിയുടെ ഗുണങ്ങളായിട്ട് പറയുന്നതാണ് ഈ നവതാഭക്തി എന്നാണ്. ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ സ്വാംശീകരിച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇത് നമ്മൾ സാധനയാക്കുകയാണ് എങ്കിൽ നമ്മൾ നല്ല സ്വഭാവമുള്ള ഒരാളായിട്ട് വരും. കാര്യം എന്നാ, നമ്മുടെ മുമ്പിൽ ശബരി ദേവി ഉണ്ട്. ഭഗവാനെ ഇങ്ങോട്ട് തിരിക്കാൻ അല്ലെങ്കിൽ ഭഗവാനെ തൻ്റെ അടുത്തോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് ഭഗവാന് വേറെ നിവൃത്തിയില്ലാതാക്കിയ ശബരി ദേവി നമ്മുടെ മുമ്പിലൊരു ഉദാഹരണമായിട്ടുണ്ട്. നമ്മൾ പറയാറില്ലേ, എപ്പോഴാണ് ഭഗവാൻ നമ്മുടെ മുമ്പിൽ വരിക, എപ്പോഴാണ് ഗുരു നമ്മുടെ മുമ്പിൽ വരിക, എപ്പോഴാണ് വരിക? സമയം നോക്കിയിട്ടല്ല, നമ്മൾ റെഡിയാവുമ്പോഴാണ്. അപ്പൊ നമ്മളെ ഓരോരുത്തരെയും ആ ഭഗവാന്റെ ദർശനത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഗുരുവിൻ്റെ കരുണയ്ക്ക് വേണ്ടിയിട്ടോ സഹായിക്കുന്നതായിട്ടുള്ള 9 കാര്യങ്ങളെയാണ് ഇവിടെ പറയുക. ഇതാണ് നമ്മൾ കാണുക. നമ്മളിത് കണ്ടിട്ടുണ്ട് പലതവണ, എങ്കിലും എന്താ വേറൊരു രീതിയിൽ കാണും. കണ്ടതിനെ നമ്മൾ വീണ്ടും ആലോചിച്ചതിനെ നമ്മൾ എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ നമ്മളിത് കൊണ്ടുവരാൻ ശ്രമിക്കും എന്ന് ശ്രദ്ധിക്കും. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുക. ഓക്കെ, അപ്പം ഇത് അവധി ഭാഷയിലാണ്. രസകരമാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സത്സംഗം എടുത്ത സമയത്ത് ഇതേ കണക്കത്തെ എന്താണ്ട് ഒരു ഇതായിരുന്നു അല്ലേ നമ്മൾ എടുത്തത്? അല്ല, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വാൽമീകി രാമായണത്തിൽ നിന്നായിരുന്നു എടുത്തു തന്നു ഇല്ലേ? കഴിഞ്ഞ പ്രാവശ്യത്തെ ക്യാമ്പിൽ. ഓക്കെ അല്ലേ? ലീഡർഷിപ്പ് അതല്ലായിരുന്നു എടുത്തത്, ഭരതന്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി അങ്ങനെ എന്താണ്ട് എടുത്തത്. ഓക്കെ, ഈ പ്രാവശ്യം തുളസി രാമായണമാണ്. ഓക്കെ, പറയുക ഇങ്ങനെ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: പ്രഥമ ഭഗതി സന്തഃ കര സംഗ. ഇതാണ് തുടക്കം. എന്താ തുടക്കം? ആദ്യത്തേത്, ഫസ്റ്റ് ക്വാളിറ്റി, ആദ്യമായിട്ടുള്ള കാര്യം പ്രഥമ ഭഗതി സന്തഃ കര സംഗ. എന്താണ്? കീപ്പിംഗ് കമ്പനി ഓഫ് ഗ്രേറ്റ് സെയിൻസ്, സത്സംഗം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് എന്താണ്? സത്സംഗമാണ് വേണ്ടത് എന്നാണ്. നമ്മൾ ഉയർന്നു തുടങ്ങണം എന്നുണ്ട് എങ്കിൽ, നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ചലിച്ചു തുടങ്ങണം എന്നുണ്ട് എങ്കിൽ, നമ്മൾ ആധ്യാത്മികമായിട്ടായിക്കോട്ടെ, അതല്ല ലൗകിക ജീവിതത്തിലായിക്കോട്ടെ, മെറ്റീരിയലിസ്റ്റിക്കിലായിക്കോട്ടെ, നമ്മൾ ഉയർന്നു തുടങ്ങണം എന്നുണ്ട് എങ്കിൽ സത്സംഗമാണ് ആദ്യം. സത്സംഗം എന്ന് പറഞ്ഞാൽ എന്താ? ഭജനയാണോ എന്ന് ഇവിടെ അമ്മ ചോദിച്ചായിരുന്നു എൻ്റെ. ഈ ഭജനയും നമ്മളെ സത്വമായിട്ട് ചേർക്കുകയാണ്. എനിക്ക് ഇന്ന് ഞാൻ ആദ്യം വിചാരിച്ച് നിങ്ങളെ കൊണ്ടൊക്കെ ഒരു ആക്ഷൻ സോങ് ചെയ്യിപ്പിക്കാന്ന്. ഇന്നത്തെ മൂഡ് അതല്ലാത്ത കാരണം വേണ്ട, പക്ഷെ ഏതെങ്കിലും ഒരു സമയത്ത് ഞാൻ ചെയ്യിക്കും. കാര്യം എന്നാ, നമ്മൾ സത്സംഗത്തിന് എന്തിനാ ഭജന ചൊല്ലുന്നേ? എന്തിനായിരിക്കും ചൊല്ലുന്നേ? ഒരു രസം, ഒന്ന് ഭഗവാനുമായിട്ട് അടുപ്പിക്കാൻ എന്നെല്ലാം നമ്മൾ പറഞ്ഞാൽ കൂടെയും ഇവിടുത്തെ ഒരു മൂഡിനെ അല്ലെങ്കിൽ ഒരു ആംബിയൻസിനെ ക്രിയേറ്റ് ചെയ്യാനും കൂടാ. അത് വളരെ പ്രാധാന്യമുണ്ട്. കാര്യം നിങ്ങളൊക്കെ പുറത്ത് ഓരോന്നെല്ലാം ചെയ്തിട്ട് വന്നിരുന്ന ഉടൻ തന്നെ ചിലപ്പം ഒരു പ്രഭാഷണം കേൾക്കാനോ അല്ലെങ്കിൽ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാനോ ചിലപ്പോൾ സാധ്യമാകണം എന്നില്ല. ചില ആൾക്കാർക്ക് പറ്റുമേ, ചില ആൾക്ക് പറ്റണമെന്നില്ല. അപ്പം നമ്മളെ ഓരോരുത്തരെയും ആ ഒരു മൂഡിലേക്ക് കൊണ്ടുവരാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഭഗവാന്റെ നാമം ജപിക്കുക.
അത് കുറച്ച് സംഗീതാത്മകമായിട്ടാണെങ്കിൽ മനസ്സിനൊരു ആഹ്ലാദമാകും, നമ്മൾ ഇതുമായിട്ട് ട്യൂൺഡ് എന്നിട്ട് നമ്മൾ ഭഗവാന്റെ കഥകളോ ബാക്കി കാര്യങ്ങളോ പറയുമ്പോൾ നമുക്ക് ഈസിലി കണക്റ്റഡ് ആകാൻ പറ്റുന്നതാണ്. അപ്പം സത്സംഗം എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ എല്ലാവരും ധരിക്കുന്നത് എന്താ, ഇപ്പം നമ്മൾ സത്സംഗത്തിന് പോവാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും എൻ്റെ വൈകുന്നേരം സത്സംഗം ഉണ്ടെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ശ്രീമാരിജി എൻ്റെ ചോദിച്ചാണെങ്കിൽ അപ്പോൾ വൈകുന്നേരം ഭജനയാണല്ലേ എന്നാ. കാര്യം അങ്ങനൊരു ധാരണയുണ്ട്. അപ്പൊ അതാണോ സത്സംഗം? അല്ലല്ലോ. വേദാന്തികൾ ഉടനെ പറയും സത്വമായിട്ടുള്ള സംഘമാണ് സത്സംഗം, ഏറ്റവും സത്യവുമായിട്ടുള്ള സംഘം, അതാണ് സത്സംഗം. എന്തൊക്കെ തന്നെയാണെങ്കിലും ഇത് വളരെ വളരെ ആവശ്യമാണ്. കാര്യം ആദ്യം എന്താണ് സന്ത് എന്ന് നോക്കാം. ഇവിടെ സത്സംഗം എന്ന് പറഞ്ഞാൽ കൂടെയും പ്രഥമ ഭഗതി സന്തഃ കരസംഗ എന്നാണ്, സന്തുക്കളുമായിട്ട് ചേർന്നിരിക്കുക എന്നുള്ളതാണ്. എന്താ സന്ത്? ആരാ സന്ത്? പറയാ വൺ ഹൂസ് അജിറ്റേഷൻ സീസ്ഡ് എന്ന്. ആരുടെ മനസ്സിലെ അജിറ്റേഷൻസ് ആണോ, ഇളക്കമാണോ അസ്തമിച്ചത്, അതായത് ഇളക്കമില്ലാത്ത മനസ്സോടുകൂടി ആരാണോ നിൽക്കുന്നത് അദ്ദേഹമാണ് സന്ത്. സാധു സന്ത് കേത്തും രഘുവാരെ എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മൾ ഹനുമാൻ സ്വാമിയെ പറ്റി പറയാം അല്ലേ. സാധു സന്ത്, സന്യാസിമാരെയും സന്തുക്കള്, സന്ത് മഹാത്മാക്കൾ ആരാണ്? ആരുടെ മനസ്സാണോ ഇളക്കമില്ലാത്തത് അവരാണ് സന്തുക്കള്. ഇവരുമായിട്ട് നമ്മൾ ചേരണം എന്നാണ്. ആലോചിച്ചോണേ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടായി, നമ്മൾ 6:30 ആദ്യം പോവുക, ഓടി ചെല്ലേണ്ടത്. 6:30 ചെല്ലേണ്ടത് ഭഗവാന്റെ അടുക്കാണ്, അതൊക്കെ ഞാൻ സമ്മതിച്ചു. അതല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളൊരു ഗൈഡൻസിന് വേണ്ടിയിട്ടാണെങ്കിൽ 6:30 പോകണ്ടേ. പോകേണ്ടത് നമ്മളെ കൂടുതൽ കുഴപ്പിക്കാത്ത ആൾക്കാരൊക്കെ വേണം. ആരാ നമ്മളെ കൂടുതൽ കുഴപ്പിക്കാതിരിക്കുന്നത്? അവര് തന്നെ കുഴയാതിരിക്കുന്ന ആൾക്കാർ. മനസ്സിലായില്ലേ? അതായത് ചില ആൾക്കാർ അവര് തന്നെ ഇങ്ങനെ അരികിരിക്കുന്നത്, കൺഫ്യൂഷനിലായിരിക്കുന്നത്. അവർക്ക് നമ്മുടെയും കൂടെ കൊണ്ടുവന്ന് തരുമ്പോൾ നമ്മളിങ്ങനെ വിറച്ചിരിക്കുകയാണ്, അവരവരുടെ വിറ ഇത് പൂട്ടി തരും. ഇതാണ് സാധാരണ നടക്കുന്നത്, ആണോ അല്ലയോ? ഇവിടെ നമ്മൾ സന്തുമായിട്ട് ചേരുമെന്ന് പറയുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഹിന്ദിയിൽ പറയാം, സന്തുമായിട്ട് ചേരണം. ഇതാണ് തുടക്കം. ഞാൻ ആധ്യാത്മിക തലത്തിലേക്ക് വന്നിട്ടില്ല, അതിലേക്ക് വരാം, നമുക്ക് വരാം. ഇവിടെ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ 6:30 ഒരു സഹായത്തിന് പോകേണ്ടത് സ്റ്റഡി ആയിട്ട് നിൽക്കുന്ന ഒരാളുണ്ട്. നമ്മുടെ ഒരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ മറിഞ്ഞു വീഴാൻ പാടില്ല. ചിലപ്പോൾ അങ്ങനെ സംഭവിക്കും. അയ്യോ ചേച്ചിക്ക് അത് പറ്റുമോ, ചേച്ചി എനിക്കിനി ഞാൻ എന്ത് ചെയ്യും, അങ്ങനൊക്കെ പറ്റാറില്ലേ? ഇല്ല. ഒന്ന് ഞാൻ സ്റ്റഡി ആകാൻ ശ്രമിക്കുക. അതിനേക്കാൾ ഉപരി നമ്മൾ സഹായം ചോദിക്കുകയാണെങ്കിൽ അത് തരാൻ പറ്റുന്ന ആൾക്കാർക്ക് ചോദിക്കണം. അങ്ങനത്തെ മഹാത്മാക്കളുണ്ടോ? ഉണ്ട്. ഞാൻ ഈ മഹാത്മാവെന്ന് പറയാൻ കാരണം അത് സത്സംഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാ. പക്ഷേ ആചാര്യന്മാർ പറയാം, അല്ലെങ്കിൽ നമ്മൾ മാനേജ്മെന്റ് ടോക്സിലൊക്കെ സാധാരണ പറയുക HEP എന്ന് പറയും, ഹൈലി എംപവേർഡ് പീപ്പിൾ. അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് കമ്പനി വെക്കണം എന്നാണ്. കാര്യം ഉയർന്നതിനോട് ചേരുമ്പോൾ നമ്മളും ഓട്ടോമാറ്റിക്കലി ഉയരും. മനസ്സിലായില്ലേ? ഉയർന്നതിനോട് ചേരുമ്പോൾ നമ്മളും ഓട്ടോമാറ്റിക്കലി ഉയരും. വളരെ സിമ്പിളായിട്ടൊരു കാര്യം പറയാം, വളരെ സിമ്പിൾ. നിങ്ങളുടെ എല്ലാവരുടെയും ഇപ്പോഴത്തെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിയായിട്ടൊരു കാര്യം പറയാം. എത്ര പേർക്ക് സംസ്കൃതം അറിയാം ഇവിടെ? കുറച്ചൊക്കെ എല്ലാം അറിയത്തുള്ളൂ. പക്ഷെ ശാരദാനന്ദജി സംസ്കൃതത്തിൽ ഭഗവത്ഗീത എടുത്തതിന് ശേഷം സ്വാമിജി അതിനെ അന്വയിച്ച് അതിൻ്റെ കാര്യം പറയുമ്പോൾ അറിയാതെ നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് മാറുന്നുണ്ട്, ആണല്ലോ. അങ്ങനെ അല്ലാതെ നമുക്ക് ഭഗവത്ഗീത പറയാവോ? ഇത്ര നാൾ നമ്മൾ കേട്ടോണ്ടിരുന്ന അങ്ങനെ ഞാൻ പറയാറില്ല, നമ്മൾ ഇങ്ങനെ അന്വയിച്ചൊന്നും പറയാറില്ല. പക്ഷെ സ്വാമിജി ആ ഒരു ലെവലിലേക്ക് ഇത് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഓഡിയൻസിന്റെ സ്റ്റാൻഡേർഡും അതിനനുസരിച്ച് മാറുന്നുണ്ടാണല്ലോ. നമ്മൾ എപ്പോഴും ഉയർന്നതിനോട് ചേർന്ന് നിൽക്കുമ്പോൾ അറിയാതെ നമ്മുടെ സ്റ്റാൻഡേർഡും കൂടുന്നതാണ്. പൂജ്യ ഗുരുദേവൻ സ്വാമി ചിന്മയാനന്ദജിയുടെ ഒരു പേര്, സ്വാമിജിക്ക് ഒരു പേരേ ഉള്ളൂ, സ്വാമി ചിന്മയാനന്ദാണ്. പക്ഷെ നമ്മൾ അഷ്ടോത്തര അർച്ചനയൊക്കെ ചെയ്യുന്ന സമയത്ത്, അഷ്ടോത്തര ശതനാമാർച്ചനയൊക്കെ ചെയ്യുന്ന സമയത്ത് 108 നാമങ്ങൾ കൊണ്ട് പൂജ്യ ഗുരുദേവനെ വിശേഷിപ്പിക്കും. ഓം അജായ നമഃ, അവ്യായ നമഃ, അവിനാശിനേ നമഃ. അതിൻ്റെ അകത്ത് ഒരു പേര് ഓം അനുശാസകപ്രിയായ നമഃ. എന്താ? വൺ ഹൂ ലൗഡ് ഡിസിപ്ലിൻ ആണ്. വൺ ഹൂ ലൗഡ് ഡിസിപ്ലിൻ. അതായത് ഗുരുദേവൻ ഭയങ്കര സ്ട്രിക്റ്റ് ഡിസിപ്ലിനേറിയൻ ആയിരുന്നു എന്നാണ്. അപ്പം ഏതോ ഒരിക്കല് ആരോ ഗുരുദേവനോട് ചോദിച്ചു, സ്വാമിജി എന്തിനാ സ്വാമിജി ഇത്ര ഡിസിപ്ലിൻ വെച്ചോണ്ടിരിക്കുന്നത്? കാര്യം എന്ന് വെച്ചാൽ സ്വാമിജി ചെറിയ കാര്യത്തിന് പോലും അവിടെ പ്രശ്നമാക്കി കളയും. ഇപ്പോൾ ഏറ്റവും ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ വിളക്ക് കത്തിക്കുന്നു. ഇപ്പം ഒരു യജ്ഞവേദിയിൽ വിളക്ക് വെക്കുകയാണെങ്കിൽ ഗുരുദേവനാണ് പറയുക, എന്താ അതിൽ കർപ്പൂരം വെക്കണം.
എന്നിട്ട് ഇങ്ങനെ വിളക്ക് കൊണ്ട് കത്തിക്കുമ്പോൾ തന്നെ അപ്പം തന്നെ തീ പിടിക്കണം, അല്ലെ തീ പിടിക്കണം എന്നൊന്നും പറയാൻ പാടില്ല, പിന്നെന്താ അഗ്നി തെളിയണം, പെട്ടെന്ന് ആകണം. ഇത് ഗുരുദേവൻ സ്ട്രിക്റ്റ് ആയിട്ട് വെച്ചിരിക്കും. അല്ലെങ്കിലോ കൃത്യസമയത്ത് ക്ലാസ് തുടങ്ങണം, കൃത്യസമയത്ത് ക്ലാസ് അവസാനിക്കണം. ഇതൊക്കെ ഗുരുദേവൻ അത് ചവിട്ടി പിടിച്ചേക്കുന്നത് കാരണം ചിന്മയാവിഷന്റെ പരിപാടിക്കൊക്കെ ഇന്നായിരിക്കും. നിങ്ങൾ ചില പരിപാടിയൊക്കെ കണ്ടിട്ടുണ്ട്, ഈ ഉദ്ഘാടനത്തിന് തൊട്ട് മുമ്പ് ഇവർ തീപ്പെട്ടിക്ക് വേണ്ടി ഓടുന്നത് കണ്ടുണ്ടോ ഇല്ലയോ? കാര്യം എന്നാ അങ്ങനത്തെ ഒരു ഡിസിപ്ലിൻ ഇല്ല. ഗുരുദേവൻ ഇതിപ്പോ 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കത്തിച്ചത്, അല്ലെങ്കിൽ കെട്ടുപോയെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഗുരുദേവൻ തന്നെ പറയും, നിങ്ങളിപ്പോൾ അത് ചെയ്തു എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും ഇല്ല. പക്ഷെ ഗുരുദേവൻ ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യിക്കുന്നത് കൊണ്ട് നമ്മുടെ സ്റ്റാൻഡേർഡ് അതിനനുസരിച്ച് വരും. നമുക്ക് ഉയരാൻ ഏറ്റവും എളുപ്പം ഉയർന്ന ആളുകളുമായിട്ട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. നമ്മൾ കുട്ടികളെയൊക്കെ പറഞ്ഞ് പഠിപ്പിക്കാറില്ലേ, എന്താ മഹാന്മാരുടെ പാത പിന്തുടരൂ പറയും. നമ്മൾ പിന്തുടരുക എന്നുള്ള രണ്ടാമത്തെ കാര്യം. എന്താ ഇതാണ് കാര്യം, എന്താ സത്സംഗാണ്. മഹാന്മാരുടെ പാത പിന്തുടരുക. അതായത് അങ്ങനെയുള്ള ആളുകളുമായിട്ട് കമ്പനി കൂടണം. എങ്ങനെയുള്ള ആളുകൾ? ഒന്ന് ഉയർന്ന ലെവലിലുള്ള ആൾക്കാർ. ഉയർന്ന ഹൈഫൈ ആൾക്കാരെന്നല്ല ഉദ്ദേശിച്ചത്, മനസ്സിന് ഇളക്കമില്ലാതെ എല്ലാത്തിനെയും കൃത്യതയോടുകൂടി നോക്കിക്കാണുന്ന ആൾക്കാരുമായിട്ട് നമ്മൾ ചേരണം. കാര്യം അങ്ങനെയുള്ള സമയത്ത് ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇറിറ്റേറ്റഡ് ആവുന്ന നമുക്ക് തോന്നും, അയ്യോ ഇതിനൊന്നും ഇറിറ്റേറ്റഡ് ആവണ്ടല്ലോ എന്ന്. നമ്മൾ എന്തൊക്കെ കാര്യത്തിനാണ് ഇറിറ്റേറ്റഡ് ആവുന്നത്? സാധാരണ ചെറിയൊരു കാര്യം പോലെ ആരെങ്കിലും ഒന്ന് തുമ്മിയാൽ നമ്മൾ ഇറിറ്റേറ്റഡ് ആവും. ആണോ അല്ലയോ? സത്യസന്ധമായിട്ട് പറ. പക്ഷേ ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഈ ലോകം എന്ത് തന്നെ ചെയ്താലും എനിക്ക് പ്രശ്നമല്ല എന്ന് പറയുന്ന ഒരാളുടെ കൂടെയാണ് ഞാൻ നിൽക്കുന്നത് എങ്കിൽ, അവരുമായിട്ടാണ് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നത് എങ്കിൽ, നമ്മൾ അതിനനുസരിച്ച് മാറണോ? ഇതാണ് ചോദ്യം. ഓക്കെ, ഇതൊരു കാര്യം. ഇത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുത്തേണ്ടതായിട്ടുള്ള, ചെയ്യേണ്ടതായിട്ട്, ഓർക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം. പക്ഷെ ചില സമയത്ത് നമുക്ക് പറ്റുന്ന എന്താ പ്രശ്നം എന്നറിയാമോ? നമ്മൾ പോയി ചേരുന്നത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആൾക്കാരുമായിട്ടായിരിക്കും. അതായത് നമ്മളിപ്പോൾ ഇത്രയെങ്കിലും ധൈര്യത്തിലായിരിക്കും വന്ന് അതിനെ കൊണ്ട് ഇടിച്ച് കളയുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും നമ്മൾ പോയി വീഴുന്നത്. എൻ്റെ ജീവിതത്തിലൊരു കാര്യം പറയാം, സത്യസന്ധമായിട്ട് പറയാം. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത്, ST കോളേജിൽ ആലപ്പുഴയിലാണ് പഠിച്ചത്. അപ്പം കൂട്ടുകാരന്മാർ ഞങ്ങൾ 3-4 പേര് ഒരുത്തന്നെ ഇടിച്ചു ആരാണ്ടോ. അപ്പോൾ തിരിച്ച് ചോദിക്കാൻ വേണ്ടി പോവാം. ഓക്കെ, അപ്പം നമ്മൾ വെറുതെ എങ്ങനെയാണ് സംഭവം എന്നൊക്കെ ഒന്ന് കാണാനൊക്കെ വേണ്ടിയിട്ടാണ് പോകുന്ന സമയത്ത് ഇവന്മാരൊക്കെ കൂടെ കോളേജിൽ ഇവിടെ പോയി, ലൈബ്രറി ഉണ്ട്. അപ്പം ലൈബ്രറി മാറ്റിയിട്ട് ഞങ്ങളുടെ ഓഡിറ്റോറിയത്തിൻ്റെ അകത്താണ് ഈ ലൈബ്രറി വെച്ചേക്കുന്നത്. അപ്പം ഇവരകത്തിരിപ്പുണ്ടെന്നറിയാം. അപ്പം എല്ലാവരും കൂടെ ആ ലൈബ്രറിക്കകത്തോട്ട് കയറി അവന്മാരൊക്കെ ചോദിച്ചു ചോദിക്കാൻ. അപ്പോൾ അത് കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു ഇടിപൊട്ടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള സമയത്ത് കയറിയ സമയത്താണ്, ആ വർഷമാണ് ഈ റൺ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, തമിഴ് സിനിമയാണ്, അത് ഇറങ്ങിയേക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തൊരു വളരെ മാസ് സീനുണ്ട്. എന്താ വെച്ചാൽ മാധവനെ ഇങ്ങനെ ഗുണ്ടകളിട്ട് ഓടിക്കുമ്പോൾ മാധവൻ ഓടിയിട്ട് പോയിട്ട് അവിടുത്തെ ഒരു ഗ്രില്ല് ഇങ്ങനെ എടുത്ത് അടയ്ക്കും. അപ്പം ഇനി ഗുണ്ടകൾക്ക് പുറത്തു പോകാൻ പറ്റാത്ത രീതിയിലായിട്ട് മാധവൻ എല്ലാവരും ഇടിച്ചു തോപ്പിക്കുന്ന സീനാണ്. അതേപോലെ ഞങ്ങളെല്ലാവരും കൂടെ അതിൻ്റെ അകത്തോട്ട് കയറിയ സമയത്ത് കൂട്ടത്തിലുള്ളവരുത്തന്നെ ഈ സിനിമ കണ്ടിട്ടുണ്ട്. അവൻ പോയിട്ട് അവിടുത്തെ ഗ്രില്ല് അങ്ങ് അടച്ചു. മനസ്സിലായല്ലേ? അടച്ചിട്ടപ്പോൾ ഞങ്ങളിങ്ങനെ പോകുമ്പോഴാണ് കൂട്ടത്തിലുള്ള വേറൊരുത്തൻ പറഞ്ഞു, അളിയ അവന്മാർ നമ്മളെ ഇടിച്ച നമ്മൾ എതുവഴി ഓടുമെന്ന്. മനസ്സിലായല്ലേ? അതോടുകൂടി ഈ ഇടിക്കാൻ പോയവന്മാരുടെയൊക്കെ ഉള്ള വീര്യം പോർന്നിട്ട് തിരിച്ചു പോകുന്നു എന്നാ. നമ്മളും ചില സമയത്ത് ഇതേ കണക്കുള്ള കമ്പനിയിൽ വന്ന് പെട്ടു. നമുക്ക് എന്താണ്ടൊക്കെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ വേറൊരാൾ നമ്മുടെ കൂട്ടുന്ന സമയത്ത് അവർ നമ്മുടെ ഉള്ള ഇൻസ്പിറേഷൻ കൂടെ കളയുന്ന ആൾക്കാരുണ്ട്. ആണോ ഇല്ല? ഉണ്ട്. ഇതിനെ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് നെഗേറ്റ് ചെയ്യണം. ഇനിയോ ആധ്യാത്മികമായിട്ട് പറഞ്ഞാൽ സത്സംഗം വളരെ 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 പ്രാധാന്യമുണ്ട്. ഞാൻ 1, 2, 3 സത്സംഗ മഹാത്മ്യ കഥകളൊക്കെ പറയാം. ഓക്കെ, ഇതേ പിന്നെ ഈശ്വര വയ്യ അമ്മ അതിൻ്റെ അകത്ത് ഇതിങ്ങനെ സൈലന്റ് ആക്കാനുള്ള ഒരു സ്വിച്ച് ഉണ്ട്. അതാ ഓക്കെ, കുഴപ്പമില്ല, സൈലന്റ് ആക്കിയാൽ മതി. ഓക്കെ, ശരി, പോട്ടെ. അത് മേളി വെച്ചോ അമ്മേ, മേളി വെച്ചോ. എന്താ കാര്യം വെച്ചാൽ അപ്പം വന്ന ഉടൻ തന്നെ നമുക്ക് ഓഫ് ചെയ്യാലോ. ഇല്ലെങ്കിൽ ബാഗ് തുറക്കണം, അതെടുക്കണം, അതൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാവും. കുഴപ്പമില്ല. ഓക്കെ, സത്സംഗ മഹാത്മ്യം. ഇപ്പൊ 2-3 കഥകൾ പറയാം. ഇതിൻ്റെ അകത്ത് ചില കഥകൾ നിങ്ങൾക്ക് അറിയാവുന്ന കഥകളായിരിക്കാം, ചില കഥകൾ പുതിയ കഥകളായിരിക്കാം. ഇതെന്താ ഞാൻ പറയുന്നത്? വേറൊന്നും കൊണ്ടല്ല. ഇന്ന് രാവിലെ നമ്മളൊരു വിഷയം കണ്ടായിരുന്നു. എന്തായിരുന്നു? ഞാൻ ഇന്ന് എൻ്റെ അനുഗ്രഹ ഭാഷണത്തിൽ പറഞ്ഞത്, നമ്മൾ പഠിപ്പിക്കുക.
ഏറ്റവും നല്ല കാര്യം ഇങ്ങനത്തെ കഥകൾ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ല കാര്യമാണ്. സത്സംഗ മഹാത്മ്യത്തിൻ്റെ ഒരു കഥ എന്താണെന്ന് വെച്ചാൽ, നാരദൻ്റെ കഥ കേട്ടിട്ടുണ്ടോ? നാരദൻ ചെന്ന് ആൾക്കാരെ തൊട്ടാ മരിക്കുന്ന കഥ എത്ര പേര് കേട്ടിട്ടുണ്ട്? ഇത്ര പേര് കേട്ടിട്ടുള്ളൂ. കൊള്ളാം, ഞാൻ ഇന്ന് ആ കഥ പറയാന്ന. അതായത് ഇത് പല രീതിയിൽ പറയും, ഈ കഥയെ പല രീതിയിൽ പറയും, കേട്ടോ. അതായത് ഒന്ന്, നാരദൻ ഇതേ കണക്ക് ഈ സത്സംഗ മഹാത്മ്യത്തിനെ പറ്റി എങ്ങാണ്ടോ ഭഗവാന്റെ അടുക്ക ചോദിച്ചു എന്നാണ് ഒരു കഥ. അപ്പൊ ഭഗവാൻ പറയടാ, നീ ഇന്ന സ്ഥലത്ത് ഒരു തത്തയുണ്ട്, നീ ആ തത്തയുടെ അടുക്ക പോയി ചോദിക്കാൻ പറയും. നിങ്ങൾ ഇനി എന്റെ ഓർഡർ തെറ്റിച്ചു എന്നൊന്നും പറഞ്ഞു വരരുത്, കാര്യം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പൊ തത്തയുടെ അടുക്ക പോയി ചോദിക്കാൻ പറയും. അപ്പൊ നാരദൻ അവിടെ പോയിട്ട് ആ തത്തയുടെ അടുക്ക, തത്തയെ എന്തുണ്ട് വിശേഷം നീ ചോദിക്കുകയും ആ തത്ത അവിടെ പെടഞ്ഞു വീണ് ചത്തുപോയി. നാരദന് ഭയങ്കര വിഷമമായി. ഈശ്വര, ഞാനായിട്ടൊരു തത്തയെ കൊന്ന, ഇനി ഞാൻ ഇല്ലില്ല, ഞാനായിരിക്കത്തില്ല കൊന്ന, തത്തയുടെ ജീവനായി കാണും എന്നെല്ലാം പറഞ്ഞിട്ട് തിരിച്ച് വിഷമിച്ച് ഭഗവാന്റെ അടുക്കുമെന്ന് പറഞ്ഞു. ഭഗവാനെ, ആ തത്തയുടെ അടുക്ക ചോദിച്ച ഉടനെ തത്ത മറിഞ്ഞ് വീണ് ചത്തുപോയി, എന്ത് ചെയ്യും? ആ കുഴപ്പമില്ല നാരദ, ഇന്ന സ്ഥലത്ത് ഇപ്പോൾ ഒരു പശുക്കുട്ടി ഉണ്ടായിട്ടുണ്ട്, നീ ഓടിപ്പോയിട്ട് ആ പശുക്കുട്ടിയുടെ അടുക്ക ചെല്ലാൻ പറയും, പശുക്കുട്ടി നിനക്ക് പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. ഉടനെ നാരദൻ എന്ത് ചെയ്തു? നാരദൻ ഉടനെ നേരെ അവിടെ തപ്പിപ്പിടിച്ച് പശുക്കുട്ടിയുടെ അടുക്കപ്പോൾ നല്ലൊരു പശുക്കുട്ടി, തത്തയെ കണക്ക് വല്ല ആവുമോ എന്നെല്ലാം പേടിച്ചിട്ട് ആ പശുക്കുട്ടിയുടെ അടുക്ക ചെന്നു. പക്ഷേ ഇദ്ദേഹത്തിന് അതിനെ ഒന്ന് തലോടാതിരിക്കാൻ തോന്നിയില്ല എന്ന് കണ്ടപ്പോൾ തന്നെ, അത്രയും ക്യൂട്ടായിരുന്നു പശുക്കുട്ടി. അതിനെ ഇങ്ങനെ തലോടി ഉടനെ പശുക്കുട്ടി പടപടപടാന്ന് പറഞ്ഞ് പെടഞ്ഞു വീണ് ചത്തുപോയി. ഈശ്വര, കഷ്ടമായി പോയല്ലോ. നാരദന് നെഞ്ചത്ത് ഇടിച്ച കണക്കായിപ്പോയി. നാരദൻ ഭയങ്കര വിഷമത്തോടി, ഭഗവാൻ എന്തിനാ ഭഗവാനെ എന്നെ ഇങ്ങനെ ഈ അവസാനം ഈ പറഞ്ഞ കണക്കാ, ചില ആൾക്കാർ മരിക്കാൻ കിടക്കുമ്പോൾ ചില ആൾക്കാർ വീട്ടിലോട്ട് വന്നാൽ അപ്പം അവർ തീരും, അങ്ങനത്തെ ആൾക്കാരുണ്ട്. അത് കണക്ക് എന്തിനാ എന്നെ ആക്കിയേ എന്ന് ചോദിച്ചിട്ട് ഭഗവാനോട് ഇത്തിരി വിഷമത്തോടു കൂടി പറഞ്ഞോണ്ട് ഭഗവാൻ പറഞ്ഞു, ഇല്ലല്ലോ, ലാസ്റ്റ് ചാൻസ്, നീ നേരത്തെ ഇന്നൊരു രാജധാനി ഉണ്ട്, അവിടെ രാജാവിൻ്റെ ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ട്, നീ അവിടെ ചെല്ലാൻ പറയും. അപ്പോൾ നാരദൻ മടിച്ച് അവിടെ ചെല്ലുന്നത്. അവിടെ ചെന്നപ്പോഴാണ് നാരദൻ്റെ കിളി പറഞ്ഞത്. കാര്യം എന്താ വെച്ചാൽ, ഈ രാജാവിന് വർഷങ്ങളായിട്ട് കുട്ടികളില്ലാത്ത രാജാവാ. ഈശ്വര, അപ്പൊ നാരദന് കൂടുതൽ ടെൻഷനായി. എങ്ങാനും ഈ കൊച്ചിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ രാജാവ് നാരദന്റെ കാര്യം തീർക്കും. അപ്പം നാരദൻ എങ്കിലും പേടിച്ച് ആ കുട്ടിയുടെ അടുത്ത് ചെന്നിട്ട് അപ്പോൾ രാജാവ് പറഞ്ഞു, നാരദരെ വന്നോ, എൻ്റെ മകനൊന്ന് അനുഗ്രഹിക്കൂ, തലയെ കൈവച്ച് അനുഗ്രഹിക്കൂ. അപ്പൊ നാരദനെ കൈ നോക്കി, നേരത്തെ രണ്ടെണ്ണത്തിനെ അനുഗ്രഹിച്ചതിൻ്റെ. അപ്പോൾ നാരദർ ഇങ്ങനെ സംശയിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ കുട്ടി സംസാരിച്ചു തുടങ്ങിയെന്നാ. ആ കുട്ടി പറയും, നാരദരെ എന്നെ അനുഗ്രഹിക്കൂ. കാര്യം എന്താണ്? നേരത്തെ ആ തത്തയായിട്ട് വന്ന് അങ്ങനെ തൊട്ടില്ലേ, ആ തത്തയിൽ നിന്ന് ഞാൻ ആ പശുക്കുട്ടിയായി മാറിയെന്ന. ആ പശുക്കുട്ടിയായിട്ട് വന്നില്ലേ, വന്ന സമയത്ത് അങ്ങനെ തൊട്ടില്ലേ, ആ സമയത്ത് ഞാൻ ഈ രാജകുമാരനായിട്ട് മാറിയെന്ന. സത്സംഗമാണ് ഇങ്ങനെ അടുത്തടുത്ത ജന്മത്തിലേക്ക് ഉയർത്തിയതെന്ന്. പുണ്യം കൂടുന്നതുകൊണ്ടാണ് രാജകുമാരനായെന്നാണ്. ഇതാണ് കഥ, സത്സംഗ മഹാത്മ്യത്തിന്റെ ഒരു കഥ. എനിക്ക് ഇതിനേക്കാൾ ഇഷ്ടപ്പെട്ട വേറൊരു കഥയുണ്ട്. എന്താ കഥ എന്നറിയോ? ഈ കഥയും കൂടെ പറയാമ. എന്താ ഈ കഥ? ഒരാള് നമ്മളെ പോലുള്ള ആളാണെന്ന് എനിക്കറിയില്ല, ഇയാൾ ഈ സത്സംഗത്തിനൊന്നും പോകത്തില്ല, പോകുന്നവരെ കളിയാക്കുകയും ചെയ്യും. പക്ഷെ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ എപ്പോഴാണ് മാറുന്നതെന്നറിയാമോ? കല്യാണം കഴിച്ചു കഴിയുമ്പോഴാണ്. കല്യാണം കഴിച്ചു കഴിയുമ്പോൾ വേറെ നിവർത്തിയില്ലാതെ പോകാതിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ സത്സംഗത്തിന് പോകത്തില്ല, ഭാര്യയും കൊണ്ട് കാറിൽ എവിടെ കണ്ടോ പോയി, നീ പോയി അവിടെ കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഇയാൾ വെളിയിൽ നിന്ന് കപ്പലിൽ ഉറച്ചുകൊണ്ടിരിക്കുക. ഇയാളെന്ന് പറഞ്ഞാൽ ഒന്നാം തരം പിശുക്കനും കൂടാണ്. സത്സംഗ വിരോധി പ്ലസ് പിശുക്കനാണ്. ഓക്കെ, ഈ കഥ കേട്ടിട്ടുണ്ടോ? ഭാഗ്യം. അതാണ്. അപ്പൊ ഇദ്ദേഹം ഒന്നാം തരം പിശുക്കനും കൂടാണ്, സത്സംഗ വിരോധിയാണ്. ഈ പിശുക്കനാകുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ ക്രൂരതയും ചെയ്യും. അതാണ് ഒരു ലൈൻ. അങ്ങനെയാണല്ലോ സാധാരണ. അപ്പോൾ ഇയാൾ ഇങ്ങനെ കേൾക്കുന്നത്. അപ്പോൾ അന്ന് നിവർത്തിയില്ലാതെ ഭാര്യയെ കൊണ്ട് വിട്ടു. അതിപ്പോൾ കാറിലിരുന്നപ്പോൾ ഇങ്ങനെ പിശുക്കായത് കാരണം AC ഒന്നും ഇടാതെ കാറിൻ്റെ ഇത് താത്തി ഇട്ട സമയത്താണ് അവിടെ നിന്ന് പറയുന്നത് കേട്ടത്, സത്സംഗമല്ല, സ്വർഗത്തിനെ പറ്റി പറയുക. ഈ സ്വർഗത്തിനെ പറ്റി പറയുന്ന സമയത്ത് ഇദ്ദേഹം പറഞ്ഞു, അവിടെ നിന്ന് സത്സംഗം എടുക്കുന്ന ആൾ പറഞ്ഞു, സ്വർഗത്തിൽ എപ്പോഴും സത്സംഗം നടന്നുകൊണ്ടേയിരിക്കും. അതാണ് സ്വർഗത്തിന്റെ പ്രത്യേകത. അല്ലാതെ മറ്റേ മദ്യപ്പുഴ ഒഴുകുന്ന സ്ഥലമല്ല. പിന്നെന്താണ്, അവിടെ സത്സംഗം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. എന്നിട്ട് ഇദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, സത്സംഗത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഈ സത്സംഗത്തില് മരണദൂതന്മാർക്ക് വരാൻ പറ്റില്ല, അവർക്ക് വെളിയിൽ കാത്തു നിൽക്കേണ്ടി വരും. ഇത് മാത്രമേ ഇയാൾ കേട്ടിട്ടുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോ ഇയാൾ നേരെ, എൻ്റെ ഇടയിൽ ഒരു എക്സ്ട്രാ സാധനം കൂടെ ഉണ്ട്, അത് പിന്നെ പറയാം. ഓക്കെ, ഇയാൾ നേരെ പോയി വീട്ടിൽ പോയി. ഇപ്പൊ ഇതൊന്നും ഇയാൾ മൈൻഡ് ചെയ്യുന്നില്ല. കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം മരിച്ചുപോയി. മരിച്ച സമയത്ത് ഇങ്ങേര് നേരെ ചിത്രഗുപ്തന്റെ അടുക്ക ചെന്നപ്പോൾ ഇങ്ങേറെ കണക്കൊക്കെ കൂട്ടി നോക്കിയപ്പം ഇങ്ങേർക്ക് ആകെ കൂടെ 15 മിനിറ്റ് എങ്ങാണ്ടോ സ്വർഗത്തിൽ വസിക്കാനുള്ള സാധ്യതയുണ്ട്, ഇല്ലെങ്കിൽ എത്രയോ നാള് നരകത്തിൽ വസിക്കാനുള്ള സാധ്യതയുണ്ട്. ഉടനെ ഇയാൾക്ക് ചോദിച്ചു, ആദ്യം സ്വർഗം വേണോ ആദ്യം നരകം വേണോ എന്ന് ചോദിച്ചു.
അവിടെ ഇങ്ങനെ പറഞ്ഞു ആദ്യം സ്വർഗം പിടിക്കാം, 15 മിനിറ്റ് അല്ലേ, ഓക്കെ, സന്തോഷത്തോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ഇയാൾ 15 മിനിറ്റ് സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി തയ്യാറായി. സ്വർഗത്തിലെത്തിയപ്പോഴാണ് ഇങ്ങേര് അന്ന് കേട്ട സത്സംഗത്തിന്റെ കഥ ഓർമ്മ വന്നത്. ഓക്കെ, എന്താ കഥ എന്ന് വെച്ചാൽ അവിടെ എപ്പോഴും സത്സംഗം നടക്കുകയാണല്ലോ. ഇയാൾ ഉടനെ പോയി ഒരു സത്സംഗത്തിൻ്റെ അകത്ത് കയറിയിരുന്നു. ഒരു സത്സംഗം കഴിഞ്ഞ് അടുത്ത സത്സംഗമാണ്, അത് തീർന്നു പറഞ്ഞാൽ ഇയാൾ അടുത്ത സത്സംഗമായി. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ യമദൂതന്മാർ വന്നിരിക്കുക. പക്ഷെ സത്സംഗത്തിലിരിക്കുന്ന ആൾക്കാരെ ആരെയും പിടിച്ചോണ്ട് പോകത്തില്ല. പറയാൻ മനസ്സിലായില്ലേ? അപ്പൊ യമദൂതന്മാർ വെയിറ്റ് ചെയ്യും. അപ്പൊ ഈ സത്സംഗം കഴിഞ്ഞ ഉടനെ ഇയാൾ അടുത്ത സത്സംഗത്തിൽ പോവും. ഇങ്ങനെ ഇത് തന്നെ പരിപാടി. ഏറ്റവും അവസാനം കാലന് കലിപ്പായി. യമധർമ്മൻ ഈ യമദൂതന്മാരെ വിളിച്ച് കന്നം പിന്നെ ചീത്ത പറഞ്ഞു. അയാളെ വിളിച്ചോണ്ടോ? ഇല്ല, ഒരു രക്ഷയില്ല, അങ്ങേര് സത്സംഗത്തിൽ തന്നെ ഇരിക്കുക, ഇടയ്ക്ക് തൂങ്ങുന്നൊക്കെ ഉണ്ടെങ്കിൽ അയാൾ അതിൻ്റെ അകത്ത് തന്നെ ഇരിക്കുകയെന്ന് പറയാൻ മനസ്സിലായില്ലേ? ഈ സാധനം അടിച്ചപ്പോഴത്തേക്ക് ഏറ്റവും അവസാനം ഭഗവാന്റെ അടുക്കെ യമധർമ്മൻ കംപ്ലൈൻറ്റ് ഔട്ട് ചെയ്യുന്നു. എൻ്റെ ഭഗവാനെ, നിങ്ങൾ ഇങ്ങനെ ഓരോ റൂളൊക്കെ ഉണ്ടാക്കി വെക്കും, എന്ത് ചെയ്യാനാന്ന് പറഞ്ഞത്. അപ്പം ഭഗവാനും പറഞ്ഞു ശരിയാണല്ലോ, എന്ത് ചെയ്യാം, ഞാൻ തന്നെ ഇത് സോൾവ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാൻ നേരെ ഇവിടെ സത്സംഗത്തിൽ വന്നിട്ട് ഇടയ്ക്ക് കയറിയിട്ട് സത്സംഗം എടുത്ത് നടക്കും. ഒരു മിനിറ്റ് ഒന്ന് ഗ്യാപ്പ് തരണേ, എനിക്ക് ഒരുത്തന്നെ ഇതിൻ്റെ അകത്തുനിന്ന് പൊക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഭഗവാൻ തന്നെ വന്നിട്ട് ആ ചേട്ടാ എനിക്ക് നിങ്ങളുടെ പോകാൻ സമയമായി എന്ന് പറഞ്ഞു. ഉടനെ ഇയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഭഗവാനെ, ഞാൻ അന്ന് സത്സംഗം കേട്ടപ്പോൾ ഈ യമദൂതൻ സത്സംഗത്തിൽ കയറില്ല എന്ന് മാത്രമല്ല ഞാൻ കേട്ടത്, ഒരു കാര്യം കൂടെ ഞാൻ കേട്ടായിരുന്നു. എന്താണെന്നറിയോ? ഒരിക്കലും ഭഗവാനെ കണ്ട ആൾക്കാർക്ക് പിന്നെ നരകത്തിൽ പോകണ്ടാന്ന്. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു കാര്യം ഞാൻ സത്സംഗത്തിൽ കേട്ടായിരുന്നു. അപ്പൊ അത് തെറ്റാണോ എന്ന് ചോദിച്ചു. ഭഗവാൻ പെട്ടേ പോയില്ലേ? മനസ്സിലായില്ലേ? ഭഗവാൻ പെട്ടേ പോയി. ഭഗവാൻ പറഞ്ഞു, മോനെ എന്ത് പറയാനാന്ന്. സത്സംഗ മഹാത്മ്യം. ആചാര്യന്മാര് സത്സംഗത്തിനെ ഈ രീതിയിൽ രസകരമായുള്ള കഥകളിൽ കൂടെ നമ്മുടെ മുമ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇത് മാത്രമാണോ? അല്ല. നമ്മൾ ഇതിനെ വളരെ ലോജിക്കലി അനലൈസ് ചെയ്യണം എന്നാ. സത്സംഗത്തിനെ പറ്റി ഏറ്റവും കൃത്യമായിട്ട്, ഏറ്റവും സിമ്പിളായിട്ട് ഭഗവാൻ ശ്രീ ആദിശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞിട്ടുണ്ട്. അറിയാലോ, ഭജഗോവിന്ദത്തില് പറയും, സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്തെ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി. പോയിന്റ്സാ. ഇങ്ങനെയാണ് എഴുതി വരുന്നതെങ്കിലും ആക്ച്വലി അത് ഇങ്ങനെയുള്ള, അതായത് ചിന്മയാനന്ദ സ്വാമിജി പറയാ ഇത് എന്താണ്, ലാഡർ ഓഫ് റൈസ് എന്നാണ്. ഉയർച്ചയുടെ ഏണിപ്പടികളാണ്. എന്താ? സത്സംഗത്തിൽ നിന്നാണ് തുടക്കം. സത്സംഗത്വേ നിസ്സംഗത്വം. നിസ്സംഗത്വം എന്ന് പറഞ്ഞാൽ സംഘമില്ല, ഡിസ്പാഷൻ ഉണ്ടാകും എന്നാണ്. അതായത് ഞാൻ സത്സംഗം ചെയ്താൽ, എനിക്ക് സത്സംഗം ഉണ്ടാകുമ്പോൾ അതെൻ്റെ ഉള്ളിൽ ഡിസ്പാഷനെ കൊണ്ടുവരും, വൈരാഗ്യത്തിനെ കൊണ്ടുവരും. എങ്ങനെ കൊണ്ടുവരും? ആലോചിച്ച്. അതായത് ഞാൻ സത്സംഗം ചെയ്യുമ്പോൾ അവിടെ എന്താ നടക്കുന്നത്? ശരി എന്ത്, തെറ്റെന്ത് എന്നത് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ആണോ അല്ലയോ? അതാണ് സത്സംഗം നടക്കുക. അപ്പം ഞാനൊരു ഉയർന്ന ആളുമായിട്ട് ബന്ധപ്പെടുകയാണ്. ഓക്കെ, ഞാനൊരു നല്ല ടീച്ചറുമായിട്ട്, അതല്ലെങ്കിൽ ഒരു നല്ല ബിസിനസ്മാനുമായിട്ട് ഞാനൊരു പുതിയൊരു വളർന്നു വരുന്ന ഒരു ബിസിനസ്സുകാരനാണ്. ഞാനൊരു ഉയർന്ന ബിസിനസ്സുകാരനുമായിട്ട് ഇടപെടുന്ന സമയത്ത്, അയാൾ പോയ വഴി കാണുന്ന സമയത്ത്, അത് കണ്ട് മനസ്സിലാക്കുന്ന സമയത്ത് എന്തിനെ ഉപേക്ഷിക്കണം, എന്ത് ഞാൻ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു അറിവ് എനിക്ക് കിട്ടും. അതേപോലെ എന്തിനെ ഞാൻ മുറുകെ പിടിക്കണം എന്നുള്ളൊരു അറിവ് കിട്ടും. എന്തിനെ ഉപേക്ഷിക്കണം, എന്തിനെ മുറുകെ പിടിക്കണം എന്ന് മനസ്സിലാക്കിയിട്ട് ഒട്ടലില്ലാതെ ഉപേക്ഷിക്കാൻ പറ്റുന്നതിനാണ് ഡിസ്പാഷൻ എന്ന് പറയാം. ഇവിടെ ഞാൻ സത്യമായിട്ടുള്ള കാര്യങ്ങളെ കേൾക്കുന്ന സമയത്ത്, മികവുള്ള കാര്യങ്ങളെ അറിയുന്ന സമയത്ത് എനിക്ക് പെറ്റി കാര്യങ്ങളോട് എന്താണ്, എനിക്ക് താല്പര്യം ഉണ്ടാവില്ല. നല്ല മധുരമുള്ള ലഡ്ഡു കഴിച്ചു, എന്നിട്ട് അവിടെ കൊണ്ട് ചായ വെച്ചാൽ നിങ്ങൾ ആരെങ്കിലും കുടിക്കുവോ? ലഡ്ഡു ഇറങ്ങാൻ കുടിക്കും സ്വാമിന്ന്. അങ്ങനെയല്ല. ആ ചായയുടെ മധുരം, ലഡ്ഡുവിന്റെ മധുരം ഓവർ പവർ ചെയ്ത് കളയും. അതുകൊണ്ട് തന്നെ ചില സമയത്ത് ലഡ്ഡു കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ചായ വേണ്ട. കാര്യം എന്നാ, ആ മധുരം ഇല്ലാത്ത ചായ കുടിച്ച കണക്ക് ഫീൽ ചെയ്യും. അതേപോലെ ഭഗവാനെ പറ്റി അറിഞ്ഞിട്ട് ആ മഹത്വം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തിന് നമ്മൾ വില കൊടുക്കുവോ? ഇനി ത്യാഗത്തിനെ പറ്റി അങ്ങനെയൊക്കെ സ്വാമി എന്തൊക്കെ പറഞ്ഞില്ലായിരുന്നോ? രാജസത്യാഗം. ഞാൻ ആ സാത്വികമായിട്ടുള്ളതിനെ പറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റിനെ പറ്റി അറിയില്ല. ആലോചിച്ചു. അപ്പം സത്സംഗം നമ്മുടെ ഉള്ളിൽ ഓട്ടോമാറ്റിക്കലി എന്താണ്, ആ വൈരാഗ്യത്തിനെ, ഡിസ്പാഷനെ, നിസ്സംഗത്തിനെ കൊണ്ടുവരും. ഒട്ടലില്ലായ്മയെ കൊണ്ടുവരും സത്സംഗം. സത്സംഗമാണ് തുടക്കം. അതിന് ഈ ഡിസ്പാഷൻ ഇത് നമ്മളെ എന്തിലേക്ക് നയിക്കും? നിസ്സംഗത്വേ
നിർമോഹത്വം. മോഹത്തിനെ ഇല്ലാതെയാക്കും. മോഹം എന്ന് പറഞ്ഞാൽ മോഹം കൊണ്ട് ഞാൻ മോഹമാണോ? അല്ലല്ല, അങ്ങനെയല്ല. മോഹം എന്ന് പറഞ്ഞാൽ എന്താ? മോഹം എന്ന് പറഞ്ഞാല് അകൃത്യ അവിവേകം. എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്നുള്ള അവിവേകത്തിനെ ഇല്ലാതെയാക്കും. നമ്മൾ എന്താ അവിവേകം പ്രവർത്തിക്കാനുള്ള കാരണം എന്താ റൂട്ട് കോസ് ഓഫ് അവിവേകം എന്താണെന്നറിയോ? നമ്മുടെ ഒട്ടല. നമ്മുടെ ഓരോരുത്തരുടെയും അറ്റാച്ച്മെന്റ് ആണ് റൂട്ട് കോസ് ഓഫ് അവിവേകം. എൻ്റെ ഒട്ടലുകളാണ് എന്നെ കൊണ്ട് വേണ്ടാധീനം ചെയ്യിക്കുന്നത്. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം തെറ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് വിശകലനം ചെയ്തു പോവുകയാണെങ്കിൽ എന്തോ കാര്യത്തിൽ നമ്മൾ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. ആ ഒട്ടലിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശരി പ്രവർത്തിക്കുന്നതിൽ നിന്ന് കോംപ്രമൈസ് ചെയ്ത് താഴോട്ടിറങ്ങുന്നത്. എനിക്ക് പൂർണ്ണമായിട്ടുള്ള തലത്തിൽ ഡിസ്പാഷൻ ഉണ്ട് എങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും. എന്തുകൊണ്ടാണ്? മറ്റേ ഡോക്ടർമാരാരെങ്കിലും ഉണ്ടോ ഇവിടെ? നമ്മൾ സാധാരണ പറയാറില്ലേ, ഡോക്ടർമാർ അവരുടെ മക്കളെ ഓപ്പറേറ്റ് ചെയ്യില്ല എന്ന് പറയില്ലേ? കാര്യം എന്നാ? അവർ അത്രത്തോളം ടെക്നിക്കലി പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും എൻ്റേതെന്നുള്ളൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടടുത്ത് ചിലപ്പോൾ കൈ വറയ്ക്കുന്ന, നമ്മളൊന്നും പറയാൻ ആളെയല്ല എങ്കിൽ കൂടെ നമ്മൾ സാധാരണ കേട്ടേക്കുന്ന ഒരു ഉദാഹരണമല്ലേ ഇത്. ഒരു എൻ്റെ മിസ്റ്റർ ഡോക്ടറിനോ പെർഫെക്റ്റ് ഡോക്ടറിനോ അങ്ങനെ കണ്ട പറഞ്ഞൊരു സീരീസ് ഉണ്ട്. ഇത് ആ ഗ്രൂപ്പ് അല്ല, സീരീസ് ഗ്രൂപ്പ് അല്ല ഇത്. അങ്ങനെ ഒരു സീരീസ് ഉണ്ട്, അതിൻ്റെ അകത്ത് പെർഫെക്റ്റ് ഡോക്ടർ അങ്ങനെ കണ്ടാണ് എൻ്റെ പേര്, ഞാൻ മറന്നുപോയി. മിസ്റ്റർ ഡോക്ടറോ സ്മാർട്ട് ഡോക്ടർ അങ്ങനെ കണ്ടാണ്. അതായത് ഒരു ഓട്ടിസം ഉള്ള ഒരാൾ ഡോക്ടറായിട്ടുള്ളതാണ്. അപ്പം ഇയാൾക്ക് ഫീലിങ്സ് ഇല്ല. ഓട്ടിസം ഉള്ള ഒരു പയ്യനാണ്, പക്ഷെ ഇവൻ അപാര ബ്രില്യൻ്റ് ആണ്, ഇവൻ സർജനാവും. അപ്പൊ ഇയാൾക്ക് ഫീലിങ്സ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഇയാളുടെ സർജറി ഗംഭീരമായിട്ട് ചെയ്യാൻ പറ്റും. അയാൾ ടെക്നിക്കലി പെർഫെക്റ്റ് ആണ്. അതിനേക്കാൾ ഒരു ഡയഗ്നോസ് ചെയ്യുന്നതെല്ലാം കൃത്യമാണ്. കാര്യം എന്നാ? ഒട്ടലില്ല. കാര്യം ഇയാൾ ഓട്ടിസ്റ്റിക് ആണ്. ഓട്ടിസ്റ്റിക് ആയതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഫീലിങ്സ് ഇല്ല. അപ്പോൾ അത് വളരെ ഗംഭീരമായിട്ട് ഈ ഒരു സാധനം കാണിച്ചിട്ടുണ്ട്. നമ്മൾ എവിടാണ് നമ്മുടെ ഡിസിഷൻ തെറ്റിപ്പോകുന്നത്? നമ്മുടെ അറ്റാച്ച്മെന്റിലാണ്. അവിടെ ഇയാളുടെ ആ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഡോക്ടറിന്റെ ശരി തെറ്റ് അതെല്ലാം നമുക്ക് ചെയ്യാം. സീരീസ് ആണ്, സീരീസിനെ അത്രത്തോളം സീരിയസ് ആയിട്ട് എടുത്താൽ മതി. എങ്കിൽ കൂടെയും അതിൻ്റെ അകത്ത് കാണിച്ചേക്കുന്ന ഒരു വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമാണ്, ഇയാൾ ഓട്ടിസ്റ്റിക് ആയതുകൊണ്ട് തന്നെ ഇയാളുടെ ഈ രോഗനിർണയങ്ങൾ കൃത്യമാണ്. കാര്യം അതിൽ അയാളുടെ ഫീലിങ്സിനെ അയാൾ അറ്റാച്ച് ചെയ്തിട്ടില്ല. നമ്മുടെ ഫീലിങ്സുമായിട്ട് നമ്മുടെ ഇമോഷൻസുമായിട്ട് നമ്മൾ അറ്റാച്ച്ഡ് ആണെങ്കിൽ നമ്മുടെ പല തീരുമാനങ്ങളും സൈഡിൽ വലിക്കും. സത്സംഗത്തെ നിസ്സംഗത്വം, നിസ്സംഗത്തെ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലതത്വം. അതായത് ഈ ഒട്ടലുണ്ടെങ്കിൽ ശരി തെറ്ററിയാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ഈ ഒട്ടലില്ലായ്മയിൽ നിന്ന് ശരി തെറ്റെന്താണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞ് നിർമോഹം ആയിട്ട് ഈ നിർമോഹം നമ്മളെ നിശ്ചല തത്വത്തിലേക്ക്, ആ സ്റ്റഡി വിസ്ഡത്തിലേക്ക് ഉയർത്തും. നമ്മുടെ വിസ്ഡം സ്റ്റഡിയാക്കും. നമ്മൾ ദൃഢനിശ്ചയമുള്ളവരാക്കി മാറും. എന്തില്? ഒന്നില് ഭഗവാനിലാകാം, അതല്ലെങ്കിലോ സത്യത്തിലാകാം. ട്രൂത്തില് നമ്മൾ നിശ്ചല തത്വമാക്കും. ഓക്കെ, ഭഗവാനെ അതാകും. അതല്ലെങ്കിലോ നമ്മുടെ ഗോളില് നമ്മൾ ഉറയ്ക്കും. എൻ്റെ കാൽക്കുലേഷൻസ് ബാക്കിൽ തെറ്റിയിട്ടില്ല. അതെന്താ തെറ്റാത്ത? എനിക്ക് അനാവശ്യ ഒട്ടലുകളില്ല. അതെന്തുകൊണ്ട് എനിക്ക് ഒട്ടലില്ലാത്തത്? ഞാൻ കൃത്യമായിട്ടുള്ള ആൾക്കാരിൽ നിന്ന് കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. ആ സ്റ്റെപ്പ് വളർന്ന് വരുന്നുണ്ടല്ലേ? എൻ്റെ വിസ്ഡം കൃത്യമാണ്. അങ്ങനെ വിസ്ഡം കൃത്യമായതുകൊണ്ട് തന്നെ ഞാൻ ജീവൻ മുക്തിയിലേക്ക് വരും. ജീവൻ മുക്തി എന്ന് പറയാൻ എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിയെന്നാണ്. അല്ലെങ്കിൽ എൻ്റെ ലക്ഷ്യമായിട്ടുള്ള നിത്യ ആനന്ദത്തിൽ ഞാൻ നിൽക്കും. ഇതിൻ്റെയൊക്കെ തുടക്കം എവിടുന്ന സത്സംഗത്തിൽ. സത്സംഗം ഒരിക്കലും നമ്മൾ വിട്ടുകളയാൻ പാടില്ലാത്തതാണ്. മാറ്റത്തിന്റെ തുടക്കം ഇവിടാണ്. മാറ്റത്തിന്റെ തുടക്കം ഇവിടാണ്, സത്സംഗത്തിലാണ്. വേറൊരു കഥ കേട്ടില്ലേ? രസകരമായിട്ടുള്ള കഥ. അതായത് ഒരു കള്ളൻ ഓടി വന്ന് ഒരു സത്സംഗത്തിൽ കയറും. കേട്ടിട്ടുണ്ടോ കഥ? നിങ്ങളിതൊന്നും കേട്ടിട്ടില്ലേ? ഒരു കള്ളൻ ഓടി വന്ന് ഒരു സത്സംഗത്തിൽ കയറും.
സത്സംഗത്തിൽ കയറും. അതായത് പോലീസിനെ പേടിച്ചിട്ടാണ് ഓടി വരുന്നത്. അപ്പോൾ എന്നിട്ട് അപ്പോൾ പോലീസുകാർ അവിടെ എല്ലാം വന്ന് നോക്കി. പക്ഷേ സത്സംഗത്തിലായത് കാരണം എൻ്റെ ഈ പറഞ്ഞ കണക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ എന്ന് ചോദിച്ചാൽ അവർ ചെക്ക് ചെയ്തില്ല. പക്ഷെ സത്സംഗത്തിൽ ആ സന്യാസി ഇരുന്ന ഗംഭീരമായിട്ട് ക്ലാസ്സൊക്കെ എടുത്തത് കാരണം എന്താ അയാൾ ആ സത്സംഗത്തിലിരുന്ന കള്ളൻ അവിടെ നിന്ന് അവർക്ക് വിശദമായിട്ട് കേട്ടു. അപ്പോൾ ഇതൊരാൾ സത്സംഗത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുക, ഒരു സന്യാസി കഥ പറയുക. അതായത് പണ്ടിങ്ങനെ ഒരു കള്ളൻ ഉണ്ടായിരുന്നു, അയാളെ കൊള്ളം നടത്തിയിട്ട് ഓടി പോകുന്ന വഴിക്ക് ഒരു സത്സംഗത്തിൽ കയറി എന്നാലും ഇങ്ങനെ പറയുക. എന്നിട്ട് ആ സത്സംഗം, ഒരൊറ്റ സത്സംഗം കൊണ്ട് ആ സന്യാസി മാറി, അല്ല കള്ളൻ മാറി എന്നെല്ലാം പറഞ്ഞ സമയത്ത് ഏതോ ഒരാൾ ചോദിച്ചു, എന്നിട്ട് ആ ആളെന്തായി? ആ ആളാണ് ഇരുന്ന് സത്സംഗം എടുക്കുന്നത് എന്ന് പറഞ്ഞ കണക്കാണ്. ചില സമയത്ത് ഒരൊറ്റ ഇത്, ഇനി എൻ്റെ കഥയാന്ന് പറയാം, എൻ്റെ കഥയൊന്നും അല്ല, ഇനി അതാന്ന് പറഞ്ഞോളയും. അല്ല, പക്ഷെ ഒരു ഇതിൽ തന്നെ ഒരൊറ്റ നോട്ടത്തില് ചിലപ്പോൾ ഒരു എന്താ ഒരു വാക്കില് ചിലപ്പം അറിയാതെ കേട്ട ഒരു ഇതില് മാറ്റം ഉണ്ടായിട്ടുണ്ടായിരിക്കും. എനിക്ക് നേരിട്ട് പരിചയമുള്ള ആൾക്കാരുണ്ട്. എനിക്ക് വളരെ ബഹുമാനത്തോടുകൂടി ഞാൻ നോക്കിക്കാണുന്ന ഒരു ചേട്ടൻ, അദ്ദേഹം സ്ഥിരമായിട്ട് പറയും, എൻ്റെ മാറ്റം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ ഒരു സ്വാമിജിയുടെ പ്രഭാഷണം ഞാൻ കേട്ടതാണ്. എന്തിനാണെന്ന് വെച്ചാൽ അച്ചാറ് മേടിക്കാൻ പോയതാണ് പുള്ളി വൈകുന്നേരം 6:30. എന്തിനാണെന്ന് ആലോചിച്ചോണേ. ഓക്കെ, അച്ചാറ് മേടിക്കാൻ പോയ സമയത്ത് ലൗഡ് സ്പീക്കറിൽ വെച്ച ടോക്ക് കേട്ടപ്പോൾ ഇത് കൊള്ളാമല്ലോ എന്ന് കേട്ടിട്ട് അച്ചാറും പിടിച്ചോണ്ട് അവിടെ നിന്ന് കുറച്ചു നേരം കേട്ടു. അതിനുശേഷം ഒന്ന് അകത്ത് കയറി ഇരുന്ന് കേട്ടത് ഇങ്ങേര് ചിന്മയ മിഷന്റെ ഫുൾ ടൈമറായിട്ട് വർക്ക് ചെയ്ത ആളാണ്. എനിക്കെല്ലാം ഇങ്ങനെ ഒരു വഴിയിലേക്ക് വരാൻ എന്നെ ഇൻസ്പയർ ചെയ്യും. പുള്ളി ബ്രഹ്മചാരി ഒന്നുമില്ല. ഇനി ബ്രഹ്മചാരിമാർ അച്ചാർ മേടിക്കാൻ പോയെന്ന് പറഞ്ഞ കഥ അടിക്കരുത്. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെ മാറിയിട്ടുണ്ട്. ഇവിടെ അറിയാവുന്ന ആൾക്കാരുണ്ടായിരിക്കും. അദ്ദേഹത്തിനല്ല, ഇങ്ങനത്തെ മാറ്റങ്ങൾ ഉണ്ടായേക്കുന്ന ആൾക്കാരുണ്ട് ധാരാളം. എത്ര പേര് ചിന്മയാനന്ദ സ്വാമിജിയെ പറ്റി പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ? എന്താണ്, ഞാനിങ്ങനെ എന്താ ഗുരുദേവ് ഇതേപോലെ ഭാര്യയെ കൊണ്ടുവിടാൻ വേണ്ടി വന്ന സമയത്ത് അവിടെ നിന്ന് കാർ പോർച്ചിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഗുരുദേവൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് മാറ്റിയ ആൾക്കാരെ പറ്റി പറയാം. അതായത് ആൾക്കാരെല്ലാം നിന്നിങ്ങനെ ഗുരുദേവന് വരിയായിട്ട് തൊഴുതിട്ട് ഗുരുദേവൻ ആപ്പിൾ കൊടുക്കുമ്പോൾ എല്ലാവരും കാലേ തൊട്ട് തൊഴുവാണ്. മനസ്സിലായല്ലേ? അങ്ങനെ വരുന്ന സമയത്ത് എനിക്കറിയാവുന്ന ഒരു ചേട്ടൻ, എന്നെയൊക്കെ വളരെ ഇൻസ്പയർ ചെയ്തേക്കുന്ന CK സുരേഷ് എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂരുള്ളൊരു ചേട്ടനുണ്ട്. ഞാൻ ക്ലാസ്സെല്ലാം എടുക്കുന്നത്. അപ്പോൾ സുരേഷ് ചേട്ടൻ പറയും, അത് ഇങ്ങനെ ബാക്കിൽ നിൽക്കുന്ന സമയത്ത് ഫ്രണ്ടിൽ ഒരു ട്രസ്റ്റിയുടെ മകനാണ് നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പോകും. അപ്പോൾ സുരേഷ് ചേട്ടൻ ഇങ്ങനെ ഗുരുദേവന്റെ കാലേ പോയി തൊടുന്നതിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. എന്തിനും മനുഷ്യന്റെ കാലിലെ തൊടുന്നത് ഈ ലൈനാണ്. പക്ഷേ ഗുരുദേവൻ സുരേഷ് ചേട്ടൻ്റെ തൊട്ട് ഫ്രണ്ടിൽ നിൽക്കുന്ന ആ പയ്യനോട് ഗുരുദേവൻ ഈ ആപ്പിള് കൊടുത്തിട്ട് പറയും, നിന്റെ അച്ഛൻ പറഞ്ഞത് കൊണ്ട് എൻ്റെ കാലെ തൊടണ്ട കേട്ടോ, തോന്നിയ തൊട്ടാ മതി എന്നുണ്ടൊരു ഡയലോഗ് അടിച്ചു. എന്നിട്ട് സുരേഷ് ചേട്ടനെ നേരെ നോക്കി ചിരിച്ചു എന്നാണ്. അപ്പോൾ ഇത് സുരേഷ് ചേട്ടനോട് പറഞ്ഞ കണക്ക് സുരേഷ് ചേട്ടന് തോന്നിയെന്നും അവിടെ കാലം തൊട്ടുവെന്നും ഗുരു ആയിട്ട് സുരേഷ് ചേട്ടൻ ഗുരുദേവനെ എടുത്തു എന്നാണ് ഒരു ഇൻസിഡന്റ്. ഇത് കണക്ക് നമുക്ക് ഓരോരുത്തർക്കും കാണും ചിലപ്പോൾ. കസിനാണ്, ഓക്കെ ശരി. അങ്ങനെ ആലോചിച്ച് നോക്കൂ. ഇതേപോലെ നമ്മുടെയൊക്കെ ആ ഒരു ഭാഗ്യം റെഡി ആകുന്ന സമയത്ത്, കൃത്യമാകുന്ന സമയത്ത് ചിലപ്പം ഒരു മൈക്ക് അനൗൺസ്മെന്റോ, ചിലപ്പോൾ ഒരു പത്രവാർത്തയോ, ചിലപ്പോൾ അറിയാതെ വേറൊരാൾ തെറ്റി അയച്ചൊരു വാട്സപ്പ് മെസ്സേജോ ആകാം സത്സംഗമായിട്ട് വർത്തിക്കുക. അത് നമ്മളെ നിസ്സംഗത്വത്തിലേക്കും നിർമോഹത്തിലേക്കും നിശ്ചലതത്വത്തിലേക്കും നയിച്ചിട്ട് ജീവൻ മുക്തിയിലേക്ക് ഉയർത്തും. ധാരാളം കഥകളുണ്ട്. ഇത് പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ ഇഷ്ടം പോലെ. ഇത് സത്സംഗം ഇല്ലാതെ മഹാത്മാക്കൾ ഉണ്ടാവില്ല എന്ന്. സത്സംഗമാണ് ബേസ്. ആ സത്സംഗത്തിന് നമുക്ക് ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്, നമ്മൾ അനുഗ്രഹീതരാണ്. ഇനി അതിൽ വർക്ക് ചെയ്ത് തുടങ്ങണം എന്നുള്ളതാണ്. അപ്പം ശബരി എന്താ പറയുക, അല്ലെങ്കിൽ ശബരിയുടെ ആദ്യ ഗുണമായിട്ടുള്ള എന്താണ്, ആ സത്സംഗത്തിന് വേണ്ടിയിട്ട് തയ്യാറായി എന്നുള്ളതാണ്. ഓക്കെ, എന്നിട്ടോ ഇത് ബാക്കിയുള്ള ഗുണങ്ങൾ എന്തൊക്കെയാ നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ കാണാം. ഓക്കെ, ചേർന്നിരിക്കുക. ഓം പൂർണ്ണമതഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.